സോസേജ് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കാം. പച്ചമുളകും തക്കാളിയും ആവശ്യമുണ്ട്. എണ്ണേനകത്ത് നമുക്ക് സോസേജ് ഫ്രൈ ചെയ്ത് ആദ്യം എടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്യണേ, അപ്പോഴേ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. പെട്ടെന്ന് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി ഒന്ന് മരിഞ്ഞ് വന്നാൽ മതി. അതെല്ലാം എടുത്ത് ഒന്ന് മാറ്റി വെച്ചേക്കാം. സെയിം എണ്ണയിലേക്ക് കുറച്ച് എണ്ണ കളഞ്ഞിട്ട്, നമുക്ക് അത്ര എണ്ണ ആവശ്യമില്ലല്ലോ, കുറച്ച് എണ്ണ കളഞ്ഞിട്ട് ബാക്കിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ സോസേജിൽ ഓൾറെഡി ഉപ്പിട്ട് വയ്ക്കുന്നതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം വഴറ്റി നല്ലതായിട്ട് യോജിപ്പിച്ച് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി, കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് സോസേജ് ഇട്ട് നല്ലതായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളവും ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്തെടുക്കാം. അതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് മതി, കുറച്ച് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് എല്ലാം റെഡിയായി വന്ന് കുറുകി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സോസേജ് കറി റെഡി.